നമോ നാരായണായ. ശ്രീ പത്മനാഭസ്വാമിയുടെ എപ്പിസോഡ് 2-ാം അധ്യായം ജനിതകം യുഗം ജീവിതചക്രം 2 സ്വാമിയിനിടയിൽ സമർപ്പിക്കുന്നു. സ്വാമിയുടെ പാത പിന്തുടരുന്നതനുസരിച്ച് സ്വാമിക്ക് മുമ്പിൽ തല കുനിച്ചുള്ള ജീവിതം, അതായത് ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ അവർ പറയുന്ന രീതിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. അപ്പോൾ അതുപോലെ സ്വാമിയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിതചക്രം 46 ക്രോമസോമുള്ള ജീവിതചക്രം 0 to 46 നിന്നും പകുതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇന്നു മുതൽ ജീവിതം പകുതി വയസ്സിലോട്ട് തുടങ്ങാൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ക്രോമസോം 46 ഉണ്ട്. XY ക്രോമസോമുകൾ പാരൻ്റൽ ഡിവിഷൻ, അത് വന്നിട്ട് ഒരു വശത്തേക്ക് മാറിയിരിക്കുകയാണ്. മാതാവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു പങ്കജാക്ഷിയമ്മ UPSA എന്നാണ് മനസ്സിലാവുന്നത്. നല്ല വെളുപ്പാണ്, ടീച്ചറാണ്. അവർ 17 വയസ്സിലാണ് എന്നെ കണ്ടത്. ഞാൻ കണ്ടത് ഫേസ്ബുക്കിൽ അല്ലാതെ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് അമ്മ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ വർഷങ്ങളായി ആരാധിച്ചിരുന്ന ഒരു മൂർത്തി, വേറെ ആരും തന്നെ ലോകത്തിൽ ആരാധിക്കാത്ത മൂർത്തിയാണ് എനിക്ക് തന്നിരിക്കുന്നത്, തുറന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിതങ്ങൾ ഒരിക്കലും മാറുകയില്ല. അതായത് കൽപ്പിത ജോലി നല്ലതായിരുന്നു, കിട്ടിയ സേവനം, സർക്കാർ സേവനം വളരെ നല്ല സ്കൂളിലായിരുന്നതുകൊണ്ട് അവർ എന്തു വന്നാലും നമ്മൾക്ക് നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് ഒരു വശത്തോട്ട് ചായുവാനോ തെറ്റായ രീതിയിൽ ജീവിക്കുവാനോ സാധിക്കുകയില്ല. അതായത് അവിടെ പ്രാർത്ഥന, അതോടൊപ്പം സർവ്വജാതി മതങ്ങൾക്കും ഉയർച്ചയുള്ള കലാലയം, എല്ലാ പരിപാടികളും ഫങ്ഷനുകളും നടത്തും, മീറ്റിങ്ങുകൾ നടത്തും. നമ്മുടെ വിഷമം ഉണ്ടെങ്കിലും നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഈ പങ്കജാക്ഷിയമ്മ 17 വയസ്സിൽ +2 കഴിഞ്ഞപ്പോൾ കണ്ടു. അതിന് ശേഷം ഫേസ്ബുക്കിൽ ഞാനൊരു 42 വയസ്സിൽ കണ്ടിരുന്നു. അതുകൊണ്ട് ഇത് തന്നെയാണ് അമ്മ. അവരുടെ വേറെ ഭർത്താവിൽ അവർക്ക് 2 മക്കളുണ്ട്. അച്ഛൻ ക്രിസ്തുദാസ് തന്നെയാണ്. വേറെ ഭർത്താവിൽ 2 മക്കളുണ്ട്, വിജയകുമാർ, ബാലചന്ദ്രൻ. അവരുടെ കുടുംബമൊക്കെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ അവിടെ പരിസരവാസികളെല്ലാവരും നല്ലതാണ്. ലത, കല എന്നൊക്കെ അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോഴത്തെ ഹിസ്റ്ററിയൊന്നും എനിക്കറിയത്തില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കുടുംബം പോലെ ജീവിച്ചത് നമുക്ക് ഇപ്പോഴും ആ വിഷമമൊന്നുമില്ല. എന്ത് വന്നാലും ജീവിതം മാറുകയില്ല. പിന്നെ ഒരു കാര്യം നേടണമെങ്കിൽ അത് നമ്മൾ ഒരു കഷ്ടപ്പെട്ട ഒരു കാര്യം നേടണമെങ്കിൽ, നല്ല കാര്യം നേടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഭർത്തൃസ്ഥാനത്തിൻ്റെ അമ്മ അറാക്കസുമ്മ ബീവി, സിസ്റ്റർ മേരി ജോസഫ് ജനിച്ച് 3 വർഷമായപ്പോൾ ജാതകം താഷ്കൻഡിൽ നിന്നും എഴുതി നെയ്യാറ്റിൻകര DO ഓഫീസിൽ ഏൽപ്പിക്കുകയും ഇതുവഴി എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. വേറെ ശരിയാവുകയില്ല എന്നുള്ള ആധിപത്യം സ്ഥാപിച്ചതായിട്ട് എന്നാൽ അത്രയും ആ മനുഷ്യനിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആ സിസ്റ്ററിന് ആരുമായിട്ടും ബന്ധമൊന്നുമില്ല. മാഹിയും തന്നെയാണ് ഭർത്താവിൻ്റെ അച്ഛനെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ജനിതക ക്രിയയിൽ ജീവിതചക്രം 0 to 46, ബയോളജി അല്ല, ദൈവം പറഞ്ഞ നോളജ് മാത്രമേ അറിയാവൂ, കുറച്ചൊക്കെ അറിയാവൂ. 10ാം ക്ലാസ് ലെവൽ 0 to 46 വയസ്സാണെങ്കിൽ 23ലേക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പലതും മറിയും. കാരണം അവർക്ക് ഇത് നമ്മളെ നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ പുറം മോടിയും നമ്മളുടെ സംസാരവും കേട്ടാണ് അവരിങ്ങനെ നേരെയായിരിക്കുന്നത്. എത്ര ശ്രമിച്ചാലും അവരാട്ടിയാൻ മാറുകയില്ല. കാരണം അവരുടെ ബേസിക് അതാണ്. അവർ 21 വയസ്സ് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും മാറുകയില്ല. അതുപോലെ തന്നെ അവർ നല്ല സ്കൂളുകളിൽ പഠിച്ചതും നല്ല സ്റ്റാൻഡേർഡ് കുടുംബങ്ങൾ വളർന്നവരെയും നല്ല രീതിയിലും പൈസകൾ തട്ടിയെടുത്ത് ഇല്ലാതാക്കിയാലൊന്നും ഞാനൊന്നും ഉത്തരം പറയുകയില്ല. എനിക്കതൊന്നും ഇത് നേരവുമില്ല. അവർ വരുന്ന സമയത്ത് നല്ല രീതിയിലാവും എന്ന് മാത്രമേ എനിക്കറിയാവൂ. ഇന്നത്തെ കാര്യം അനുസരിച്ച് 23ലേക്ക് വയസ്സ് മാറിയിരിക്കുന്നു. അതായത് 46 ബിയോണ്ട് ദ ലിമിറ്റ് എന്ന് വെച്ചാൽ ഒരു ലിമിറ്റായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചക്രം തിരിഞ്ഞ് കറങ്ങുന്നു. ഇതൊക്കെയാണ് സ്വാമിയുടെ കളി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട്
23 എന്ന വയസ്സിലേക്ക് മാറിയിരിക്കുന്നു. ഏത് സമയവും ഇനിയും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ ദേവി ഇറങ്ങിയിരിക്കുന്നു. അവരുടെ പ്രൈവറ്റ് ദേവിയാണ് ഇറങ്ങിയിരിക്കുന്നു. ഒരു നല്ല വെളുത്ത സ്ത്രീയാണ്, നല്ല ചുവന്ന ചുണ്ടാണ്. ഇതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. പങ്കജാക്ഷി അമ്മ മാങ്കൂട്ടം എന്ന സ്ഥലത്തുള്ളതാണ് എന്ന് നമ്മൾ വെളിപ്പെട്ടിക്കൊണ്ട് സ്വാമിയുടെ മുമ്പിൽ തലകുനിച്ച് ജീവിതയാത്ര തുറന്നുകൊണ്ടിരിക്കുന്നു. ദേവി ലക്ഷ്മി.